ഇനി ഇതുപോലെ തന്നെ നമ്മൾ വീട്ടില് സ്റ്റൈലില് നടന്നു പോവും. എന്നിട്ട് വീടിന്റെ മുന്നിൽ നിന്ന് എക്സസൈസ് ചെയ്യും. അതൊന്നും വേണ്ട കരുണ. വേണം. അത്രയ്ക്ക് അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്തുപറ്റി? നോക്കി നടക്കണ്ടേ? മുടിഞ്ഞൊരു കല്ല് പിടിക്കൊണ്ടേട്ടാ. എനിക്ക് എന്തെങ്കിലും പറ്റിയോ? മുട്ട ഇടിച്ചത്. തീരെ വയ്യ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചില നേരത്ത് ചില സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെന്റെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അതുകൊണ്ടാണോ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ തന്റെ അമ്മ എതിർത്തിട്ടും എന്നെ മതിയെന്നങ്ങ് തീരുമാനിച്ചത്? അതെ, ഇത് ദൈവം കൂട്ടിയോജിപ്പിച്ച ബന്ധമാ. അതുകൊണ്ട് ഈ ബന്ധം അറുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. അമ്മേ, അയ്യോ, എന്നമ്മേ, അമ്മേ, എന്നമ്മച്ചി, അയ്യോ, അയ്യോ, നല്ല വേദന ഉണ്ടേട്ടാ. നടക്കുന്നതിനിടയിൽ കരുണ ഒരു കല്ലിത്തട്ടി വീണു. ഇപ്പൊ കാല് ചെറുതായിട്ട് മുടന്തുവാണല്ലോ. കാലിന് സ്വാധീനം ഇല്ലെങ്കിലേ വലിയ പാടാ നടക്കാൻ. മഹാലക്ഷ്മി എന്നത് പേരിൽ മാത്രം മതി. ഇനി നീ ആ വീട്ടിലെ മഹാലക്ഷ്മി ഒന്നും ആവാൻ നോക്കട്ട. നീ കമലേശ്വരത്ത് കയറി ഭരിക്കട്ടാന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലായി. എന്ത് മനസ്സിലായിട്ടാ? അയ്യോ, കണ്ടിട്ട എന്താടി നീ ഒന്നും മിണ്ടാത്തെ? എടീ, ഞാനും എന്റെ അമ്മയും അങ്ങോട്ട് കയറി വരുമ്പോ എന്റെ കുഞ്ഞ് നിറകണ്ണുകളോട് നിൽക്കുന്നത് കണ്ട നിന്റെ രണ്ട് കാലും ഞാൻ തല്ലി ഒഴുകി. നിന്റെ കഴുത്തി പിടിച്ച് ഞാൻ ഞെരിക്കും. ഇവിടെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ വേണം അവിടെയും അടിമയെ പോലെ ജീവിക്കാൻ. നിങ്ങളൊക്കെ എന്താ ഒന്നും കഴിക്കാത്തെ? അത് പിന്നെ ഏട്ടനും കൂടെ വരട്ടെന്ന് കരുതിയിട്ടാ. എന്റെ വീട്ടിൽ ഈ സിസ്റ്റം ഒന്നുമില്ല. വിശക്കുന്നവര് വന്നിരുന്ന് കഴിക്കും. ആർക്കു വേണ്ടിയും കാത്തിരിക്കാറൊന്നുമില്ല. താനൊരിക്കേ പറഞ്ഞു കേട്ടില്ലേ? ഇരിക്കേ. നിനക്ക് എന്റെ ടേസ്റ്റ് അറിയില്ലേ ലക്ഷ്മി? അത് അറിഞ്ഞു വെച്ചിട്ടും നീ എന്താ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഇവിടെയുള്ളവരുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്താ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്. പക്ഷെ ഉച്ചഭക്ഷണത്തിന് എനിക്ക് എന്തൊക്കെ വേണോന്ന് എനിക്കറിയാലോ. ഞാൻ കഴിക്കാനായിട്ട് വരുമ്പോ അതൊക്കെ കൃത്യമായിട്ട് ടേബിളിന് പുറത്തുണ്ടാവണം. മഹാലക്ഷ്മി കരുണയുടെ എത്ര വയസ്സിന് മൂത്തതാ? ഇവക്ക് എന്നെക്കാളും ഒരു 4-5 വയസ്സെങ്കിലും കൂടുതലുണ്ട്. എന്താ ചോദിച്ചേ? അല്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ.